ഫുഡ് പോയ്സണിങ് അതുപോലെ തന്നെ ഡയറിയ, വയറ് സംബന്ധമായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് യൂഷ്വലി കുട്ടികളിലായിക്കോട്ടെ മുതിർന്നവരിലായിക്കോട്ടെ അവർക്ക് കൂടുതലും ഒരു പ്രശ്നം വരുന്നത് വീണ്ടും അവർ പല സാധനങ്ങൾ കഴിക്കുമ്പോൾ വയറിന് എന്തോ വീണ്ടും ഒരു പ്രശ്നം വരുന്നു, വയറ് സെറ്റാവുന്നില്ല, ഇന്ന ആഹാരങ്ങൾ കഴിക്കാൻ പറ്റുന്നില്ല, ഗ്യാസ്, ബ്ലോട്ട്, ഇങ്ങനെ പല പ്രശ്നങ്ങളും പറയാറുണ്ട്. അവരുടെ വയറിൽ എന്തോ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇത് വേറൊന്നുമല്ല, ഒരു ഡയറിയ വരുമ്പോൾ, ലൂസ് മോഷൻ വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ വയറിൻ്റെ ഉള്ളിലുള്ള നല്ല ബാക്ടീരിയാസ് ചോർന്നു പോകുന്നത് കൊണ്ടാണ്. ഇതിനെ നമ്മൾ കൾച്ചർ ചെയ്യണമെങ്കിൽ ശക്തമായിട്ടുള്ള പ്രോബയോട്ടിക്സ് പോലത്തുള്ള നല്ല ആഹാരങ്ങൾ, അതായത് ഒരു ആഹാരം കഴിഞ്ഞ് ഉടനെ തന്നെ, ഒരു പ്രശ്നം കഴിഞ്ഞ ഉടനെ തന്നെ കുറേ ജങ്ക് ഫുഡോ ഒന്നും കഴിക്കാതെ കുറച്ച് നാളത്തേക്ക് നമ്മൾ നല്ല ഫുഡ് കഴിച്ച് നമ്മുടെ വയറിനെ സെറ്റാക്കിയില്ലെങ്കിൽ വീണ്ടും ഈ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ ശരീരത്തിന് ഗുഡ് ബാക്ടീരിയാസിനെ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സമയം നിങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ പ്രോബയോട്ടിക് പോലത്തെ സപ്ലിമെൻറ്റ്സ്, അതുപോലെ തന്നെ തൈര് നമ്മളുടെ ഡയറ്റിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. ഫെർമെൻറ്റഡ് ആയിട്ടുള്ള പിക്കിൾസ്, ഉപ്പിലിട്ട വിനാഗിരിയിലിട്ട പിക്കിൾസ് എല്ലാം നിങ്ങൾക്ക് ഗുഡ് ബാക്ടീരിയാസിനെ വളർത്താനായിട്ട് സാധിക്കും. അതുമൂലം അതുകൂടാതെ വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡിയും ഒക്കെ ധാരാളമായിട്ട് നമ്മളുടെ ആഹാരത്തിലൂടെയും സപ്ലിമെൻറ്റിലൂടെയും നിങ്ങൾ എടുത്താൽ നിങ്ങളുടെ വയറിൻ്റെ പ്രശ്നം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും.